ബുദ്ധിമാന്മാരാണ്, നോളജബിൾ ആണ്, ഡീപ്പ് നോളജ് ഉണ്ട്. പക്ഷെ അവരെ സ്വയം എക്സ്പ്രസ് ചെയ്യാൻ, അതല്ലെങ്കിൽ അവരുടെ ആശയങ്ങളെ മറ്റുള്ളവർക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ടാവും. സ്മാർട്ട് പീപ്പിൾ തന്നെ അത്ര കോൺഫിഡന്റ് അല്ലേ എന്ന് നമ്മൾ സംശയിച്ചു പോകുന്ന 7 കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സ്പീക്ക് സ്മാർട്ട് വിത്ത് അലിയുടെ വിശദമായ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. മിസ്റ്റേക്ക് നമ്പർ 1, വളരെയധികം ഫില്ലർ വേർഡ്സ് ഉപയോഗിക്കുന്നത്. നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ഏറെ അരോചകമായി തോന്നുന്ന ഒന്നാണ് കൂടുതലായി ഫില്ലർ വേർഡ്സ് ഉപയോഗിക്കുന്നത്. എന്താ പറയുക, ഇങ്ങനെയൊക്കെയുള്ള ഫില്ലർ വേർഡ്സുകൾ ചില ആളുകൾ കമ്മ്യൂണിക്കേഷനിൽ വല്ലാതെ ഉപയോഗിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. കാഷ്വലായിട്ട് വല്ലപ്പോഴും ഉപയോഗിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ഇത് കേൾക്കുന്നവർക്ക് അരോചകമായി തോന്നുന്നതാണ്. അതുകൊണ്ട് ഫില്ലർ വേർഡ്സ് കൂടുതലായി ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. പകരം വളരെ ബുദ്ധിപൂർവമായ ഒരു പോസ്, കീപ്പിംഗ് സൈലൻസ്, അതായിരിക്കും ബെറ്റർ. മിസ്റ്റേക്ക് നമ്പർ 2, അമിത വേഗത്തിൽ സംസാരിക്കുക. സ്പീക്കിംഗ് ടു ഫാസ്റ്റ്. ആളുകൾക്ക് വേഗതയല്ല വേണ്ടത്, ക്ലാരിറ്റിയാണ്, വ്യക്തതയാണ്. നമ്മൾ പറയുന്നത് സ്ലോ ആയിട്ടാണെങ്കിൽ പോലും പറയുന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായാൽ മതി. മിസ്റ്റേക്ക് നമ്പർ 3, ക്ഷമാപണത്തോടെ പ്രസംഗം, പ്രസന്റേഷൻ, കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കുക. ഞാനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല, അതല്ലെങ്കിൽ ഞാനൊരു പ്രഭാഷകനല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തുടക്കം മുതലേ തുടങ്ങേണ്ട ആവശ്യമില്ല. സദസ്സിനെ ബോറടിപ്പിക്കേണ്ടതില്ല. പ്രഭാഷകൻ അല്ലെങ്കിൽ തൽക്കാലം അവിടെ മിണ്ടാതിരിക്കുക. ഒരു പോസിറ്റീവ് എനർജിയൊക്കെ കൊടുത്താണ് നമ്മൾ തുടങ്ങേണ്ടത്, അല്ലാതെ ക്ഷമാപണം നടത്തിക്കൊണ്ടല്ല. പ്രസംഗത്തിന് പോകുമ്പോൾ പ്രിപ്പയർ ചെയ്ത് തന്നെ പോവുക. അവിടെ എത്തിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തില്ല എന്നൊന്നും പറഞ്ഞ് സദസ്യരെ ബോറടിപ്പിക്കാൻ നിൽക്കരുത്. മിസ്റ്റേക്ക് നമ്പർ 4, മോശം ഐ കോണ്ടാക്ട്, പുവർ ഐ കോണ്ടാക്ട്. കമ്മ്യൂണിക്കേഷനിലെ, പ്രസന്റേഷനിലെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഓരോരുത്തരെയും കൺസിഡർ ചെയ്യുന്നു എന്ന് ഓരോരുത്തർക്കും തോന്നുന്ന വിധത്തിലാണ് നമ്മൾ പ്രസന്റേഷൻ നടത്തേണ്ടത്. ആകാശത്തേക്ക് നോക്കിയോ താഴെ ഫ്ലോറിലേക്ക് നോക്കിയോ അല്ല, ആളുകളുടെ മുഖത്ത് നോക്കിയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അടുത്ത തവണ ഫ്രണ്ടിനെ കാണുമ്പോൾ മേലോട്ട് നോക്കി എന്തൊക്കെ വിശേഷം എന്ന് ചോദിക്കുന്നതിന് പകരം മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഒന്ന് ചോദിച്ചു നോക്കൂ. ഇതിന്റെ വ്യത്യാസം നമുക്ക് കൃത്യമായി ഫീൽ ചെയ്യാൻ കഴിയും. മിസ്റ്റേക്ക് നമ്പർ 5, മറുപടി പറയാൻ വേണ്ടി മാത്രം കേൾക്കുക. ശരിക്കും ഗ്രേറ്റ് കമ്മ്യൂണിക്കേറ്റേഴ്സ് മനസ്സിലാക്കാൻ വേണ്ടി, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയാണ് കേൾക്കാറുള്ളത്, മറുപടി പറയാൻ വേണ്ടിയല്ല. പറയുന്നയാളിനെ കൃത്യമായി കേൾക്കുക. കേൾക്കുന്നത് എന്തെങ്കിലും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കുക. അതാണ് നല്ല ലിസണിങ്. അല്ലാതെ എപ്പോഴാണ് എൻ്റെ ഊഴം എത്തുക എന്ന് ആലോചിച്ചുകൊണ്ട് മാത്രം മറ്റുള്ളവരെ കേൾക്കാതിരിക്കുക. ഒരു കാഷ്വൽ കമ്മ്യൂണിക്കേഷനിലാണെങ്കിൽ പോലും നമ്മെ വെറുതെ അങ്ങ് കേൾക്കുന്ന ഒരാളോട് നമുക്ക് സംസാരിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മിസ്റ്റേക്ക് നമ്പർ 6, യൂസിങ് കോംപ്ലിക്കേറ്റഡ് ലാംഗ്വേജ്. സങ്കീർണമായ ഭാഷ ഉപയോഗിച്ച് പ്രസന്റേഷൻ നടത്തുന്നത് ഒരു വലിയ മിസ്റ്റേക്കാണ്. ലളിതമായ ഭാഷയിൽ ആളുകൾക്ക് മനസ്സിലാവുന്ന വിധത്തിലാണ് നമ്മൾ സംസാരിക്കേണ്ടത്. മിസ്റ്റേക്ക് നമ്പർ 7, വ്യക്തമായ ഒരു സന്ദേശവും നൽകാതെ പ്രസന്റേഷൻ അവസാനിപ്പിക്കുക. അതൊരു വലിയ മിസ്റ്റേക്കാണ്. കൃത്യമായൊരു ടേക്ക് അവേ, ഒരു മെസ്സേജ്, ഒരു മെമ്മറബിൾ സെന്റൻസ് എന്തെങ്കിലുമൊക്കെ ബാക്കി വെച്ചുകൊണ്ടാണ് നമ്മുടെ പ്രസന്റേഷൻ, നമ്മുടെ സ്പീച്ച്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ അവസാനിപ്പിക്കേണ്ടത്. 7 കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് നിങ്ങളുടെ ഒരു പ്രസന്റേഷൻ ആവുമ്പോഴേക്ക് എല്ലാം കൂടെ തിരുത്താൻ പറ്റിയില്ലെങ്കിലും ഒന്നിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അത് തിരുത്തുക. അതേതാണെന്ന് താഴെ കമന്റ് ചെയ്യുക. കമ്മ്യൂണിക്കേഷനെ നിങ്ങൾ സീരിയസ് ആയി എടുക്കുന്നുണ്ടെങ്കിൽ ഈ മിസ്റ്റേക്സുകൾ തിരുത്താൻ ശ്രദ്ധിക്കുക. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ അറിയിക്കുക. താങ്ക് യു.